നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരള മോഡൽ വികസനം മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകും. പാലക്കാട് ജില്ലയിൽ പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം. മന്ത്രിയെ ട്രോളി. പഴമ്പാലക്കോട് അത്തിപ്പൊറ്റ റൂട്ടിൽ കോൺഗ്രസിന്റെ ഫ്ലക്സ് പ്രതിഷേധം. ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും താൽക്കാലിക പരിഹാരമാകുന്നു. പാടെ തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് ആരംഭിച്ചു. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ഭരണ സംവിധാനം ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദുരവസ്ഥ. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വീണ്ടും കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. 5.8 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് RPF സംയുക്ത പരിശോധനയിൽ. പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ബാലഗോകുലം ശോഭായാത്ര വൈകിട്ട്. കണ്ണന്മാരും ഗോപികമാരും നാടിനെ അമ്പാടിയാക്കും. വാർത്തകൾ വിശദമായി. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരള മോഡൽ വികസനം മുന്നോട്ടു പോവുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ എലപ്പുള്ളി പുതുശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കോരയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാറ മണ്ണുകാട് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നടക്കില്ലെന്ന് പലരും വിധിയെഴുതിയ പദ്ധതികൾ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൊണ്ട് സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ 3 വർഷം കൊണ്ട് തന്നെ ഈ ലക്ഷ്യം നിറവേറ്റാനായി. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 149ാമത്തെ പാലമാണ് പാറ മണ്ണുകാട് പാലം. സംസ്ഥാന സർക്കാർ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും 200-നടുത്ത് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ നമ്മൾ 100 പ്രതീക്ഷിച്ചു, 150ലേക്ക് എത്തുന്നു. ഇനിയും മാസങ്ങൾ 8-9 മാസം ഈ ഗവൺമെന്റിന് മുമ്പിലുണ്ട്. ഒരു 200ന്റെ അടുത്ത് പാലങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ട്. പാറ മുതൽ ചുള്ളിമട വരെ ഏകദേശം 3 കിലോമീറ്ററോളം നല്ല വീതിയുള്ള റോഡിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഭാകരേട്ട അവിടെ ചൂണ്ടിക്കാട്ടി. അതെങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളത് പരിശോധിക്കാൻ ഇപ്പോൾ തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ നിശ്ചയിച്ച വിവരം, പഴയ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം വരുന്ന മലമ്പുഴയിലേക്ക് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ല വികസനം അവിടെ വേണം. അതൊരു പ്രധാന ഉത്തരവാദിത്തമായി കാണാൻ ടൂറിസം വകുപ്പ് നിശ്ചയിച്ചു. പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. KRSB PMU നോർത്ത് സർക്കിൾ ലീഡർ R സിന്ധു പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബിജോയ്, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു, പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത, ജില്ലാ പഞ്ചായത്ത് അംഗം M പത്മിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. മായാമധുരമാധവ സങ്കല്പത്തിൽ നാടെങ്ങും ആഘോഷ നിറവിലാണ്. ഗുരുവായൂരിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിശേഷ പരിപാടികൾ നടക്കുന്നുണ്ട്. വൈകുന്നേരം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശോഭായാത്രയാണ് ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണം. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നാടിനെ അമ്പാടിയാക്കും. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ രൂക്ഷമായ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. വലിയ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയിലെ അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത്. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് പരിഹാരമാവുകയാണ്. ഘട്ടം ഘട്ടമായ പ്രവൃത്തികൾക്ക് ശേഷം മഴ മാറിയതോടെ ടാറിംഗ് പ്രവൃത്തികളിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ മെറ്റലിംഗ് നടത്തിയ ശേഷം ടാറിംഗ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. കുളപ്പുള്ളി ഭാഗത്തുനിന്നും ഞായറാഴ്ച മുതൽക്കാണ് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുന്നത്. പൊടിശല്യത്തെ തുടർന്ന് കച്ചവടക്കാരും വാഹനയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു. കുഴികളിലെ ടാറിംഗ് പ്രവൃത്തികൾ കൂടി ആരംഭിച്ചതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. റോഡിന്റെ തകർച്ചയുടെ പേരിൽ നേരത്തെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള 4 കിലോമീറ്ററിനുള്ളിൽ വരുന്ന വലിയ തോതിൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. PWD അധികൃതരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. P മമ്മിക്കുട്ടി MLAയുടെ ഇടപെടലിനെ തുടർന്ന് 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയിൽ നവീകരണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കാരമല ചിൽഡ്രൻസ് ആൻഡ് അഡ്വഞ്ചർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ടൂറിസം വകുപ്പ് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ടൈം മാഗസിൻ നടത്തിയ പഠനത്തിൽ ലോകത്തിൽ കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഗ്രാമാന്തരങ്ങളിലെ അറിയപ്പെടാത്ത അൺഎക്സ്പ്ലോയിഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ വികസിപ്പിക്കാനുള്ള നിർണായകമായ ചുവടുവയ്പ്പാണ് ഡെസ്റ്റിനേഷൻ ചലഞ്ച്. ടൂറിസം വകുപ്പ് പദ്ധതിയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം വഹിക്കുകയും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഹിക്കുകയും ചെയ്യും. ഡെസ്റ്റിനേഷൻ ചലഞ്ചിലൂടെ നൂറുകണക്കിന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിൽ രൂപപ്പെടും. തരൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ശിവരാമ പാർക്ക് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്ക് ടൂറിസം വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി സൂചിപ്പിച്ചു. പ്രകൃതി രമണീയമായ മനോഹരമായ പ്രദേശങ്ങളാണ്, പക്ഷേ ടൂറിസ്റ്റ് കേന്ദ്രമായി എന്തുകൊണ്ട് ഉയരുന്നില്ല? അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഗ്രാമാന്തരങ്ങളിലെ അത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക അഥവാ വളർത്തിക്കൊണ്ടുവരിക, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം. അതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപം നൽകണമെന്ന് പൊതുവെ നിശ്ചയിച്ചു. ടൂറിസം വകുപ്പ് ആ പദ്ധതിയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം വഹിക്കും, ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതിയാണ്. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, വൈസ് പ്രസിഡന്റ് KC ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് സെക്രട്ടറി PS ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മന്ത്രിയെ ട്രോളി കോൺഗ്രസ് പ്രവർത്തകരുടെ ഫ്ലക്സ് പ്രതിഷേധം. തരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് മന്ത്രിക്ക് വരാൻ ധൃതി പിടിച്ച് കുഴിയടക്കൽ നടത്തിയ പഴമ്പാലക്കോട് അത്തിപ്പൊറ്റ കഴഞ്ഞി ചുങ്കം പാതയോരത്ത് മന്ത്രി ഇടയ്ക്കിടെ ഈ റോഡിലൂടെ വന്നെങ്കിൽ എന്ന ആത്മകഥ ഫ്ലക്സ് ഉയർത്തിയത്. പഴമ്പാലക്കോട് അത്തിപ്പൊറ്റ കഴനിച്ചുങ്കം PWD റോഡ് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ദൈനംദിന വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 30 വർഷത്തിലേറെയായി സമ്പൂർണ്ണ ടാറിംഗ് നടത്തിയിട്ട്. കഴിഞ്ഞ 2 ദിവസമായി മന്ത്രി വരുന്നതിനാൽ ഓട്ടയടക്കൽ നടത്തുകയായിരുന്നു. മന്ത്രി ഇടയ്ക്കിടെ വന്നെങ്കിൽ ഈ റോഡിന് ശാപമോക്ഷം കിട്ടിയേനെ എന്ന് പരിഹസിച്ചുകൊണ്ട് തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി പോകുന്ന വഴിയിൽ വാവുള്ളിയാപുരത്താണ് ഫ്ലക്സ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. UDF തരൂർ നിയോജക മണ്ഡലം ചെയർമാൻ P മനോജ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M സഹദ്, സെക്രട്ടറിമാരായ ജനാർദ്ദനൻ, ജയപ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഉപവാസ സമരം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട 5.8 കിലോഗ്രാം ഉണക്ക കഞ്ചാവ് കണ്ടെത്തി. ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സംയുക്ത നേതൃത്വത്തിലായിരുന്നു പരിശോധന. കേസെടുത്തിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ പറഞ്ഞു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടറുടെ ചാർജ് വഹിക്കുന്ന ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ A മുരുകദാസിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് ഷൊർണൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പാക്കറ്റുകളിലാക്കി ഉണക്ക കഞ്ചാവ് കണ്ടെത്തിയത്. 5.8 കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. സംഭവത്തിൽ കേസാക്കിയിട്ടുണ്ട്. പ്രതികളായി ആരെയും പിടികൂടാനായില്ല. പരിശോധന നടക്കുന്നതായി അറിഞ്ഞ് രക്ഷപ്പെട്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതായും അധികൃതർ പറഞ്ഞു. പരിശോധനയിൽ ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AK സുമേഷ്, ബാസ്റ്റിൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഹരീഷ്, പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK സൽമാൻ റസാലി, K മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിഞ്ചു പ്രസാദ്, നന്ദു നിതിൻ, ഷൊർണൂർ RPFിലെ സബ് ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ, പോലീസ് കോൺസ്റ്റബിൾ OP ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സപ്തസ്വരങ്ങളിൽ മുഖരിതമായ ചെമ്പൈ ഗ്രാമം. ചെമ്പൈ ജയന്തി ദ്വിദിന സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലം വിദ്യാർത്ഥികളുടെ സംഗീത ആരാധനയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമായത്.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലം വിദ്യാർത്ഥികളുടെ സംഗീതാരാധനയോടെയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാമത് ജയന്തി സംഗീതോത്സവത്തിന് തുടക്കമായത്. കണ്ണൂർ ചെമ്പൈ സംഗീത ഭവനിലെയും തൃശൂർ വലപ്പാട് ത്യാഗരാഗ സഭയിലെ യുവ സംഗീതജ്ഞരുടെയും സംഗീതാലാപനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. ലക്കിടി കുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ കെ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വ്യവസായി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശീലനം കൂടിയാണ്. നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരാളുടെ പാട്ട് കേൾക്കുക. തുടർന്ന് അഭിനം ഉണ്ണിയും സംഘവും സംഗീത കച്ചേരി നടത്തി. ഞായറാഴ്ച രാവിലെ ചെമ്പൈ വൈദ്യപീഠം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സംഗീതാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം കുളപ്പുള്ളിയിൽ നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളായ VS അച്യുതാനന്ദൻ നഗറിലാണ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം സംഘടിപ്പിച്ചത്. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് MK ജയപ്രകാശ് പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൗരാവകാശ ലംഘനങ്ങൾ അതിശക്തമായി തുടരുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും തീവ്രമായിട്ടുള്ള ഇടപെടലുകൾ വലിയ തോതിൽ സാമൂഹ്യ വ്യവസ്ഥയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വർഗീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയും ഏകാധിപത്യ വാഴ്ചയിലൂടെ, സ്വേച്ഛാധിപത്യ സമീപനത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിൽ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും നടന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ശ്രീകുമാർ, A ഉണ്ണികൃഷ്ണൻ, K സദാശിവൻ, M സുരേന്ദ്രൻ, N ജയപാൽ, ND ദിൻഷാദ്, യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി MC ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ചർച്ച, പ്രമേയാവതരണം, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിച്ചുകൂടെന്നും രാഷ്ട്രീയമായി എതിർക്കുന്നവരെ തകർക്കുന്ന സമീപനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയുടെ 1ാം ഘട്ട സമാപന സമ്മേളനവും സ്വീകരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിച്ചുകൂടെന്നും രാഷ്ട്രീയമായി എതിർക്കുന്നവരെ തകർക്കുന്ന സമീപനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി പറഞ്ഞു. ഈ വിഷയത്തിൽ കേരളം ഭരിക്കുന്നവർ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം തുടർന്നു. പാലക്കാട് മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹനജാഥയുടെ ആദ്യഘട്ട സമാപനവും സ്വീകരണ യോഗവും മണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ലോകം ദർശിച്ച പണ്ഡിതൻ ആരാണ്? ഷാ വലിയുല്ലാ ദഹ്ലവിയല്ലേ? ആ ഷാ വലിയുല്ലാ ദഹ്ലവിയുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നില്ലേ UP? അതായിരുന്നില്ലേ സംബാൽ? അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഷാ വലിയുല്ലാ ദഹ്ലവി ജനിച്ച ഡൽഹിയുടെ മണ്ണ്, UPയുടെ മണ്ണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന മണ്ണ്, ആ മണ്ണിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഒരു MP പോലും സംഭാവന ചെയ്യാൻ കഴിയാത്ത വിധം
ഓരോ ദിവസവും അക്രമങ്ങൾ, ഓരോ ദിവസവും ഓരോ പള്ളികൾ മാർക്ക് ചെയ്ത് തകർത്തുവെന്ന വെല്ലുവിളി എന്തേ അവർക്ക് അതിനെ നേരിടാനാവാത്തത്? കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. അതിജീവനത്തിന്റെ 7.5 പതിറ്റാണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജില്ലാ സമ്മേളനം നടത്തുന്നത്. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ മരക്കാർ മാരായമംഗലത്തെയും നേതാക്കളെയും VM അൻവർ സാദിഖ് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് സിദ്ദിഖ്, PEA സലാം, KK അസീസ്, MS നാസർ, PK അബ്ദുള്ളക്കുട്ടി, KJA ജബ്ബാർ, സുബൈർ കോഴിക്കര, നിസാമുദ്ദീൻ പൊന്നങ്കോട്, മുജീബ് റഹ്മാൻ, റഹീം ആയിലൂർ, രവീന്ദ്രൻ വാഴമ്പുറം, മുസ്തഫ തങ്ങൽ, റിയാസ് നാലകത്ത് എന്നിവർ സംസാരിച്ചു. KA അബ്ദുൽ ഹക്കീം സ്വാഗതവും KP മുനീർ നന്ദിയും പറഞ്ഞു. 12 മുതൽ 18 വരെയാണ് വാഹന പ്രചരണ ജാഥ. 18 തോട്ടക്കരയിലാണ് സമാപനം. ജില്ലയിലെ 40 കേന്ദ്രങ്ങളിലാണ് സ്വീകരണമൊരുക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ 25, 26, 27 തീയതികളിലാണ് മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന വാഹന പ്രചരണ ജാഥയ്ക്ക് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ പിലാപ്പുള്ളിയിൽ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലമാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഇക്ബാൽ പുതുനഗരം, മുഹമ്മദ് അലി മാറ്റാംതടം, സലാം മാസ്റ്റർ, റിയാസ് നാലകത്ത് എന്നിവർ സംസാരിച്ചു. അതിർത്തിയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ട ഒരു സമൂഹമാക്കി അവരെ ചിത്രീകരിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ അവർ ഈ രാജ്യത്തെ ആളുകളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അവർ വ്യാപകമായി കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ മുഴുവനും മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ കബന്ധങ്ങൾ കൊന്നുപോയതെല്ലാം എടുത്ത് ഏറ്റവും അവസാനം ഉറ്റവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന മണ്ഡലം പ്രസിഡന്റ് MMA റസാഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞു മരക്കാർ ഹാജി, PV സെയ്ദ് മുഹമ്മദ്, ഖബീർ എട്ടടി, അബ്ദുറഹ്മാൻ എന്ന ചെറുകുട്ടി എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇസ്മയിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളുമായി കോട്ടായിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഷരീഫ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തരൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ മോഹൻ സ്വാഗതവും ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് സാധാരണ സംശയം തോന്നാൻ നമ്മൾ ആരും ലക്ഷ്യമില്ലാതെ ജീവിച്ചവരല്ല. പക്ഷെ നമുക്ക് ഇന്ന് ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചല്ല നമ്മൾ ഇനി ലക്ഷ്യം കാണേണ്ടതും മനസ്സിൽ കാണേണ്ടതും, മറിച്ച് നമ്മളെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ സഹജീവികൾ, അല്ലേ, നമ്മളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, അല്ലേ? ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഒരാളെ മാത്രം കാര്യം നോക്കിയാൽ. മങ്കര മാങ്കുറിശി നെൽപ്പാടങ്ങളിൽ തീറ്റ തേടി താറാവിൻ കൂട്ടമെത്തി. തമിഴ്നാട്ടിൽ നിന്നും ലോറികളിലാണ് താറാവുകളെ എത്തിച്ചത്. ഒന്നാം വിള ഇറക്കാത്തതിനാൽ ഇത്തവണ തീറ്റ വളരെ കുറവാണെന്ന് താറാവിനെ മേയ്ക്കാൻ വന്ന ജീവനക്കാരും പറയുന്നു. ഇത്തവണ കൂടുതൽ പേരും ഒന്നാം വിള ഇറക്കിയിട്ടില്ല. വിളയിറക്കാത്ത നെൽപ്പാടങ്ങളിലാണ് ഇവയെ മേയാനായി വിടുന്നത്. അതുകൊണ്ട് തന്നെ തീറ്റയും വളരെ കുറവാണെന്ന് ജീവനക്കാർ പറയുന്നു. തീറ്റകൾ പുറമേ നിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയിലാണെന്ന്. എല്ലാ വർഷവും കൊയ്തെടുത്ത നെൽപ്പാടങ്ങളിലായിരിക്കും താറാവുകൾ എത്തുക. നെൽപ്പാടങ്ങളിൽ തീറ്റകളും ഇല്ലെന്ന് ജീവനക്കാർ പറയുന്നു. മങ്കര മാങ്കുറിശി മേഖലകളിൽ കൂടുകെട്ടിയാണ് രാത്രികാലങ്ങളിൽ ഇവയെ സംരക്ഷിക്കുന്നത്. കാട്ടുപന്നി ശല്യമുള്ളതിനാൽ രാത്രികാലങ്ങളിൽ സമീപത്ത് തന്നെ ജീവനക്കാരുടെയും കാവലുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിസന്ധികളെ അതിജീവിച്ച് കേരള മോഡൽ വികസനം മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകും. പാലക്കാട് ജില്ലയിൽ പൊതുമരാമത്ത്, ടൂറിസം മേഖലയിൽ വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം. മന്ത്രിയെ ട്രോളി. പഴമ്പാലക്കോട് അത്തിപ്പൊറ്റ റൂട്ടിൽ കോൺഗ്രസിന്റെ ഫ്ലക്സ് പ്രതിഷേധം. ഷൊർണൂർ കുളപ്പള്ളി പാതയിലെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും താൽക്കാലിക പരിഹാരമാകുന്നു. പാടെ തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് ആരംഭിച്ചു. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ഭരണ സംവിധാനം ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദുരവസ്ഥ. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വീണ്ടും കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. 5.8 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് RPF സംയുക്ത പരിശോധനയിൽ.
പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ബാലഗോകുലം ശോഭായാത്ര വൈകിട്ട്. കണ്ണന്മാരും ഗോപികമാരും നാടിനെ അമ്പാടിയാക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.